പ്രിയപ്പെട്ടവരെ, ഈ വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റ് ഒരു മാസം പിന്നിടുമ്പോൾ പ്രവർത്തനത്തിൽ പഴി ഏറ്റുവാങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മക ഇടപെടൽ ഉണ്ടായിട്ടില്ല, ഇങ്ങനൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതാണ് പകർച്ചവ്യാധികൾക്ക് കാരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. അതേസമയം തന്നെ ഡ്രൈ ഡേ ആചരിക്കുന്നതിനടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ രോഗം പടർന്നു പിടിച്ചതിനു ശേഷമാണ് ആരംഭിക്കാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചത്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വിവാദങ്ങളും വകുപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. നിപ്പയുണ്ട്, ഷിഗല്ലയുണ്ട്. ഈ രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്നതിനിടയിൽ ആരോഗ്യവകുപ്പിന് പ്രവർത്തനങ്ങളിൽ പാളിച്ചകൾ സംഭവിക്കുന്നത് എവിടെ എന്ന കാര്യം നമ്മൾ പരിശോധിക്കുന്നു. നേരെ ഹലോ മലയാളം ന്യൂസ് ആംഗിളിലേക്ക്. വിശകലനങ്ങളുമായി എനിക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ദേവൻ ചേരുന്നുണ്ട്. ദേവൻ, ഗുഡ് മോർണിംഗ്. ദേവൻ, നോക്കൂ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പഴികേട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു തർക്കവും ഇല്ലാതെ നിസ്സംശയം പറയാവുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായിരുന്നു. അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ഏറ്റുപിടിച്ച സമൂഹത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വലിയ പഴികേട്ടതും ഒക്കെയും ആ വകുപ്പായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ സർക്കാരാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതും 102 സീറ്റോടുകൂടി ജയിച്ച ഒരു പുതിയ പാർട്ടി. അവിടെ ആ സഭയിൽ അല്ലെങ്കിൽ ആ പാർട്ടിയിലെ ആ മുന്നണിയിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ കോൺഗ്രസിന്റെ നേതാവ് മുരളീധരൻ, അദ്ദേഹമാണ് വകുപ്പ് ഭരിക്കുന്നത്, ആരോഗ്യ വകുപ്പ് ഭരിക്കുന്നത്. ഇപ്പം ഒരു മാസം പിന്നിടുന്നതേ ഉള്ളൂ. നോക്കൂ, ഈ ഒരു മാസ കാലയളവിനുള്ളിൽ തന്നെ എന്തുമാത്രം പഴി ആരോഗ്യ വകുപ്പ് കേട്ടിരിക്കുന്നു. ചികിത്സാ പിഴവ്, മരണം, നിപ്പ ബാധ, അതിനൊപ്പം തന്നെ മറ്റു പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിലുണ്ടായ പ്രശ്നങ്ങൾ, ആരോഗ്യ വകുപ്പ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കസേരകളി, അത് കോടതിയിലേക്ക് എത്തി തുടങ്ങി നമുക്ക് കണ്ണടച്ചുകൊണ്ടൊരു 5ഓ 6ഓ കാര്യങ്ങൾ പറയാൻ പറ്റും. ആ രീതിയിലേക്ക് വരെ ആരോഗ്യ വകുപ്പ് വീണ്ടും ആരോപണ മുനയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് ഏറ്റവും ഗുരുതരമായ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെയുള്ളത്. പകർച്ചവ്യാധികളുടെ വ്യാപനം. ഇന്നലെ പോലും ഡെങ്കിപ്പനി ബാധിച്ച് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഷിഗല്ല ബാധകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. നിപ്പയുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു ആശ്വാസമായിട്ടുള്ളത്. അതിനൊപ്പം ഈ ഡ്രൈ ഡേ ആചരണം, അത് കഴിഞ്ഞ സർക്കാരുകളുടെയൊക്കെ കാലത്തും സംസ്ഥാനത്ത് ഡ്രൈ ഡേ ഒക്കെ ആചരിച്ചു. പക്ഷെ അതൊക്കെ ഒരു മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നമ്മൾ കേട്ടിരുന്നുവെങ്കിൽ ഇത്തവണ മഴക്കാലവും കഴിഞ്ഞു, പകർച്ചവ്യാധിയും പടർന്നു പിടിച്ചതിന് ശേഷമൊക്കെയാണ് സംസ്ഥാനത്ത് ഡ്രൈ ഡേ ആചരിക്കാൻ ആരോഗ്യ വകുപ്പ് നീക്കം നടത്തുന്നതും കാര്യങ്ങളൊക്കെ. ചുരുക്കത്തിൽ ദേവൻ, ആരോഗ്യ വകുപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനൊക്കെയും അടിസ്ഥാനമായ കാരണങ്ങൾ എന്താണ്? പ്രതിരോധത്തിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ ആരോഗ്യ വകുപ്പിന്? ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും പ്രതിരോധത്തിൽ പാളിച്ച സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ചും വി ഡി സതീശൻ സർക്കാരിൽ ഏറ്റവും അധികം ഭരണമേറിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഏറ്റവും അധികം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു വകുപ്പ് കൂടിയായിരുന്നു ആരോഗ്യവകുപ്പ്. കാരണം കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു ശക്തനായ നേതാവ്, ഏത് കാര്യത്തിലും തുറന്ന അഭിപ്രായം പറയുന്ന നേതാവ്, ഉദ്യോഗസ്ഥരോട് ഒരുപക്ഷെ വളരെ ക്രിയാത്മകമായി ഇടപെടുമെന്നൊക്കെ നമ്മൾ കരുതിയിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു കെ മുരളീധരൻ. ആ കെ മുരളീധരൻ മന്ത്രിയായി ആരോഗ്യവകുപ്പിന് ചുമതലയേൽക്കുമ്പോൾ ഒരുപക്ഷെ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സേതു പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരുകളുടെ എല്ലാം തന്നെ കാലത്ത് ഏറ്റവും കൂടുതൽ പഴികേട്ട ഒരു വകുപ്പായിരുന്നു ആരോഗ്യവകുപ്പ്. അന്ന് പല സംഭവങ്ങളുണ്ടാകുന്നു. ഈ പറയുന്നത് പോലെ തന്നെയും ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നു. ആ ചികിത്സാ പിഴവുകളിൽ പല ഘട്ടത്തിലും സർക്കാർ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പഴി കേൾക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും ഇത്തവണ എന്നുള്ളൊരു കാരണമുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അധികാരം ഏറ്റപാടെയും കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതും എല്ലാ തരത്തിലുമുള്ള, അതായത് ചികിത്സാ പിഴവുകൾ ഉണ്ടാവാതിരിക്കാനായി ചികിത്സാ പ്രോട്ടോക്കോളുകൾ കൃത്യമായി ആശുപത്രികളിൽ പാലിക്കും. മാത്രമല്ല ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലായ്പ്പോഴും ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തും. അങ്ങനെ ഈ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആരോഗ്യവകുപ്പിനെ ഏറ്റവും ശരിയായ ദിശയിൽ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. മെഡിക്കൽ കോളേജുകളിൽ സൗകര്യം വർദ്ധിപ്പിക്കുന്നു. ഒപ്പം തന്നെ കൂട്ടിരിപ്പുകാർക്ക് മെഡിക്കൽ കോളേജുകളിൽ വന്നാലുള്ള അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക. അങ്ങനെ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ആരോഗ്യവകുപ്പിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ആ ഒരു പ്രഖ്യാപനത്തിൽ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മാസത്തെ ഭരണമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അങ്ങനെയല്ല മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും തുടർച്ചയായി ഉണ്ടാകുന്ന ഈ
ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിക്കുന്ന തരത്തിലുള്ള വീഴ്ചകൾ തന്നെയാണ് ഈ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയായി മാറുന്നത്. പ്രത്യേകിച്ചും മന്ത്രിയായി ആരോഗ്യവകുപ്പ് മന്ത്രിയായി കെ മുരളീധരൻ ചുമതലയേൽക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെയും ചില സ്ഥലമാറ്റങ്ങളും സ്ഥാനമാറ്റങ്ങളും ഈ വകുപ്പിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലമാറ്റങ്ങളുടെ എല്ലാം പിന്നിൽ തന്നെ ഒരു രാഷ്ട്രീയമാണ്. അതായത് യൂണിയൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചരടുവലികളാണ് നടക്കുന്നത്. അതിനെല്ലാം തന്നെ കെ മുരളീധരൻ നിന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ DHSുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാറ്റത്തിൽ പോലും അത്തരം ഒരു പിടിവാശി കെ മുരളീധരൻ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പകർച്ചവ്യാധിയുടെ സമയത്ത് DHSനെ അടിയന്തരമായി മാറ്റുക, പകരം ഒരു ചുമതല നൽകുക. ആ ചുമതല നൽകുമ്പോൾ പോലും ആ രണ്ട് DHSമാർ തമ്മിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അവിടെ ഒരു കസേരകളി നടക്കുന്നത് പോലെ രണ്ടുപേരും ഒരുമിച്ച് ഓഫീസിലെത്തുന്നു. അപ്പോഴെല്ലാം തന്നെ കെ മുരളീധരൻ ഈ പറയുന്നത് പോലെ തന്നെ മുൻ DHSനെ വിമർശിക്കുകയും അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം, അതായത് ഭരണകക്ഷി യൂണിയൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് ചുവട് പിടിച്ചുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ അതിന് കുടപിടിച്ചു കൊടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. മറ്റൊന്ന് ഈ പറയുന്ന പോലെ തന്നെ പകർച്ചവ്യാധിയുടെ സമയമാണ്. ഇത് മഴക്കാലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ പകർച്ചവ്യാധികൾ എല്ലാ സമയത്തും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുകയാണ് മുൻപ് പതിവായി എല്ലാ സർക്കാരുകളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ വർഷം മഴക്കാലം താരതമ്യേന കുറവായി ഇരുന്നിട്ട് കൂടിയും പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു എണ്ണം, ഈ സീർ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. നിരവധി മരണങ്ങൾ സംഭവിക്കുന്നു. കഴിഞ്ഞ ദിവസം പോലും ഈ പകർച്ചവ്യാധി രോഗങ്ങൾ മൂലം 7 പേരാണ് സംസ്ഥാനത്ത് മരണം സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല നിപ, ഒപ്പം തന്നെ ഷിഗല്ല തുടങ്ങി മറ്റ് അതിമാരക രോഗങ്ങൾ കൂടി കേരളത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കെ മുരളീധരൻ തന്നെ ഒരുപക്ഷെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അന്നത്തെ ആരോഗ്യവകുപ്പിനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രയോഗമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രയോഗമൊക്കെ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തകളിലും എല്ലാം തന്നെ ചർച്ചയാകാൻ കാരണം തന്നെ ഇന്നലെ ആ പ്രയോഗത്തിന്മേൽ മുഖ്യമന്ത്രി, ആക്ച്വലി പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം നിയമസഭയിൽ മറുപടി പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടു. ഇരണം കെട്ടവർ ഭരിക്കുന്നത് കൊണ്ടല്ല പകർച്ചവ്യാധികൾ പടരുന്നെന്ന കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന ചോദ്യമൊക്കെ കേൾക്കുകയും ചെയ്തു. അപ്പം നിലവിൽ എന്തോ ഒരു പാളിച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരോഗ്യ വകുപ്പിൽ. അതെല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അർജന്റീനൻ നായകനായ ലിയോണൽ മെസ്സി. ഏറ്റവും കൂടുതൽ ജയമെന്ന റെക്കോർഡും സൂപ്പർ താരം